സത്യപ്രതിജ്ഞ കഴിഞ്ഞെങ്കിലും വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ അന്തിമരൂപമായിട്ടില്ല. ഗതാഗതം, സഹകരണം, ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലാണ് അനിശ്ചിതത്വം. ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കി അന്തിമ പട്ടിക നാളെ ലോക്ഭവന് സമർപ്പിക്കും. പ്രോടൈം സ്പീക്കറായി ജി. സുധാകരൻ നാളെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. സ്ഥാനാർത്ഥി നിർണയം, മുഖ്യമന്ത്രി ചർച്ച, മന്ത്രിമാരെ തീരുമാനിക്കൽ എന്നീ പ്രക്രിയകളിൽ കോൺഗ്രസിലുണ്ടായ പ്രതിസന്ധി വകുപ്പ് വിഭജനത്തിലും തുടരുകയാണ്. സത്യപ്രതിജ്ഞ പൂർത്തിയായി 24 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും ഇനിയും ചില വകുപ്പുകൾ ഉറപ്പിക്കാനായിട്ടില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളിൽ തുടരുന്ന അവകാശവാദമാണ് ആദ്യത്തെ കീറാമുട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒരു മന്ത്രിക്കായിരുന്നു. പിണറായി വിജയൻ സർക്കാരിൽ 2 വകുപ്പായി. വി.ഡി. സതീശൻ സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിനെങ്കിൽ ഫിഷറീസ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. അത് നൽകാൻ കോൺഗ്രസ് തയ്യാറായതുമാണ്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് മന്ത്രിയില്ലാത്തതിന്റെ അമർഷത്തിൽ നിന്ന സഭ വകുപ്പ് കൂടി നൽകുന്നതിൽ എതിർപ്പറിയിച്ചു. തീരദേശ മേഖലയെ വോട്ട് ബാങ്ക് മാത്രമായി കാണരുതെന്നായിരുന്നു സഭയുടെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ആശങ്കയിലാണ്. ഈ മേഖലയിലെ ആളുകൾ വെറും വോട്ട് ബാങ്കായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി അനുവദിക്കത്തില്ല. ഇപ്രാവശ്യം തീരദേശത്ത് നിന്ന് തന്നെ 40ഓളം ജനപ്രതിനിധികളുണ്ട്. ഘടകകക്ഷിയായ ഷിബു ബേബി ജോണിനെ ഫിഷറീസിൽ പരിഗണിക്കുന്നതിനായി സഭ സമ്മർദ്ദവും ശക്തമാക്കി. ഈ കടലും കടൽ തീരവും കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളെയും ഒക്കെ അറിയുന്ന വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ തീരദേശത്ത് നിന്ന് തന്നെ വിജയിച്ച് വന്നിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വത്തിൽ ഈ വകുപ്പ് ഏൽപ്പിക്കണം. ഗതാഗത വകുപ്പ് മാറ്റി സഹകരണം നൽകണമെന്നാണ് CP ജോണിന്റെ ആവശ്യം. എക്സൈസിന് പുറമെ മറ്റൊരു വകുപ്പ് ചോദിച്ച M. ലിജുവിന് സഹകരണം നൽകാനായിരുന്നു ആലോചന. കൃഷിക്ക് പുറമെ മറ്റൊരു വകുപ്പ് T. സിദ്ദിഖും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചർച്ചകളാണ് അന്തിമ പട്ടിക വൈകിപ്പിക്കുന്നത്. പ്രോടൈം സ്പീക്കറായി G. സുധാകരൻ നാളെ രാവിലെ 9:30 ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനു മുൻപ് വകുപ്പുകൾ അടങ്ങിയ മന്ത്രിമാരുടെ പട്ടിക നൽകാനാണ് തിരക്കിട്ട ചർച്ചകൾ തുടരുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.